ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ആക്ടിവിറ്റി തന്നെയാണ്. മോർണിംഗ് ആക്ടിവിറ്റി ബിഗ് ബോസ് കൊടുത്തത്, അതായത് മറ്റാരാലും ശ്രദ്ധിക്കപ്പെടാത്ത എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രവൃത്തിയെ പറ്റി പറയാനായിരുന്നു ടാസ്ക്. അപ്പോൾ അതേ മത്സരാർത്ഥികൾ എല്ലാവരും വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് നല്ല പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കൂടുതൽ പേരും അനീഷിനെ പറഞ്ഞിട്ടുണ്ട്. കാരണം അനീഷ് എല്ലാവരും എത്ര ദേഷ്യം ഉണ്ടെങ്കിൽ എന്ത് പ്രശ്നമാണെങ്കിൽ പോലും അനീഷ് എല്ലാവരോടും പോയി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഓക്കെ ആണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഓക്കെ അല്ല എന്നുള്ള രീതിക്ക് ചോദിച്ചിട്ടുണ്ട്. മെജോറിറ്റി ആൾക്കാരും അനീഷിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനുമോള് ആദ്യമായി പറഞ്ഞ പേര് ആദിലെ, നൂറേന്റെയും ഷൈത്തേന്റെയും ഷാനവാസിക്കേന്റെ ഒക്കെയാണ്. സംഭവം എന്താന്ന് വെച്ചാൽ, ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അനുമോളെ നല്ല രീതിക്ക് ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കരഞ്ഞ് ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് മനസ്സിൽ വിചാരിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെല്ലാവരുമാണ് അനുമോൾക്ക് വേണ്ട സപ്പോർട്ടും മോട്ടിവേഷനൊക്കെ കൊടുത്തതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാവരും പേരാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം നെവിൻ ബെഡിൽ വെള്ളമൊഴിച്ച സമയത്ത് സ്ഥലം മാറിക്കിടന്ന സമയത്ത് അവിടെ നല്ല ഈസി ആയിരുന്നു. ആ സമയം അനീഷ് ഏട്ടനാണ് പില്ലോയും ബ്ലാങ്കറ്റൊക്കെ കൊണ്ട് തന്നത്. അപ്പോൾ ആ ഒരു സ്നേഹത്തിന് ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അനീഷിന്റെ ഒരു ഹഗ് കൊടുത്തുകൂടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവസാനം അനുമോളും അനീഷിനൊക്കെ ഹഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നൂറ പറയുന്നത് അനുമോളുടെ സ്നേഹത്തെക്കുറിച്ചാണ്, അനുമോളുടെ ആരും കാണാതെ പോയ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സ്നേഹത്തെക്കുറിച്ചാണ്. ഫ്രണ്ട്സിന് വേണ്ടി എന്തും ചെയ്യും, പക്ഷെ ഫ്രണ്ട്സ് തമ്മിലൊരു വഴക്കും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോലും അനുമോൾ തിരിഞ്ഞു നോക്കില്ല. അത് കഴിഞ്ഞ് പറഞ്ഞത് ഷാനവാസിനെ ആയിരുന്നു. പിന്നെ ഷൈത്തി പറഞ്ഞത് അനുമോളുടെ അടുത്ത് വഴക്കിട്ട ശേഷം അനുമോളുടെ ബെഡിൽ നിന്ന് വേറെ ബെഡിലേക്ക് പോകാൻ നോക്കുന്ന സമയത്ത് എനിക്ക് ആരും തന്നെ ബെഡ് തന്നിട്ടുണ്ടായിരുന്നില്ല. ആ സമയം എനിക്ക് ബെഡിൽ ഒരു സ്പേസ് തന്നത് ആദിലെ, നൂറയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൊമെന്റ് എനിക്ക് ഭയങ്കര പ്രഷ്യസ് എന്നുള്ള രീതിക്ക് ഷൈത്തി പറയുന്നുണ്ട്. ഷാനവാസ് പറഞ്ഞത് മുൻഷി രഞ്ജിത്തിനെയാണ്. ഒരു ബാൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അക്ബറും അതുപോലെ തന്നെ അനീഷും നല്ല രീതിക്ക് എന്നെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഓടിച്ച് ഞാൻ തളർന്നിരിക്കുന്ന സമയത്ത് രഞ്ജിത്താണ് എന്നോട് വന്ന് ചോദിച്ചത്, ഷാനു നീ ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കരുതലാണ് എനിക്ക് ഭയങ്കര താങ്ങായി നിന്നത് എന്നുള്ള രീതിക്ക് ഷാനവാസ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ബിൻസി പറഞ്ഞത് ബിന്നിന്റെ പേരും അതുപോലെ തന്നെ അബിന്റെ പേരുമാണ്. എന്തായാലും അവസാന ഘട്ടങ്ങളിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ്. എന്തായാലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നു എന്ന് വെച്ചാൽ ഹാപ്പി ആയിട്ട് എല്ലാവരും പുറത്തു പോകുക, അത് തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും. എന്തായാലും ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.